കേസ് അപ്പോൾ ഇന്നലെ നമ്മളൊരു 1.5 ലക്ഷം രൂപയുടെ അകത്തുള്ള കുറച്ച് യൂസ്ഡ് കാറിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന എല്ലാം ഒരു 2.5ക്ക് മേളിലുള്ള അല്ലേ, ഒരു 3 മേലോട്ടുള്ള വണ്ടിയിലാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ട്രൂവാല്യൂ ആണ്, മാടനടയാണ് കറക്റ്റ് ലൊക്കേഷൻ. അപ്പോൾ അത്യാവശ്യം ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. ഇത് ഏത് വണ്ടി വാങ്ങണമെങ്കിലും ബാക്കി ഡീറ്റെയിൽസിനും കാര്യങ്ങളെല്ലാം നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് വീട്ടിലോട്ട് തരാം. വേറൊരു കാര്യം കൂടെ, ഒറ്റ സെക്കൻഡ്, റോഡിൻ്റെ സൈഡിലാണ്, കുറച്ചൊരു നോയ്സ് ആണ്, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് 2015 വണ്ടി ഒരു എന്താ പറയുക, സിംഗിൾ ഓണർഷിപ്പാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ സിംഗിൾ ഓണർഷിപ്പാണ്. 98 ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. 2015 വണ്ടി അല്ലേ? ഓക്കെ, 2015 സ്വിഫ്റ്റ് VDI ആണ് ഈ കിടക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മൾ ഇന്നലെ കാണിച്ച വീഡിയോയിലും ഒരുപാട് വണ്ടി സിംഗിൾ ഓണർ വണ്ടി അല്ലേ. അപ്പോൾ എനിക്കൊന്ന് ഇവിടെ കിടക്കുന്നതിൽ തന്നെ ഇപ്പം മിക്ക വണ്ടി സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. ഇത് എത്ര കിലോമീറ്റർ ഓടിയാണ്? 92 അല്ലേ? 92 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ സ്വിഫ്റ്റ് VDI ആണ് ഈ കിടക്കുന്നത്. എത്രയാണ് പ്രൈസ്? 455 ആണ് ആസ്കിങ്. നമുക്ക് വാറണ്ടി ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇതിന് വാറണ്ടി വരത്തില്ല. 2017 ശേഷമുള്ള വണ്ടിക്ക് വാറണ്ടി എല്ലാം വരും, സർവീസ് എല്ലാം വരും. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ മെക്കാനിക്കൽ വർക്ക് എന്തെങ്കിലും പെയിന്റിങ് സൈഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് പിന്നെയും വിളിച്ച് ജസ്റ്റ് ചെറിയല്ലേ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതാണ്. ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ ആക്സിഡൻറ്റ് ഹിസ്റ്ററി, ഫ്ലഡ് ഹിസ്റ്ററി ഒന്നും പറയാത്ത വരുന്നത് കൊണ്ടല്ല, അതിപ്പം പറഞ്ഞാലും അല്ലേ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചുമ്മാ പറഞ്ഞിട്ടും പോവാം. ഡയറക്റ്റ് വരിക, വണ്ടി ചെക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള വണ്ടികളാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്തോണ്ട് പോയാൽ എന്തായാലും ഒരു ഗ്യാരണ്ടി കിട്ടും. തീർച്ചയായിട്ടും എന്തായാലും കിട്ടും. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻറ്റീരിയർ വരുവാണെന്നുണ്ടെങ്കിൽ പവർ ഡോർ, ലൈക്ക് 4 ഡോർ പവർ വിൻഡോ ആണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് വരുന്നുണ്ട്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ വണ്ടി എടുക്കുന്നവർക്ക് അത്യാവശ്യം ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ ഒരു സ്റ്റിയറിംഗ് കവർ ഉണ്ട്, അത് മാത്രം മാറിയാൽ മതി. സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്. സെൻട്രൽ ലോക്കിംഗ് വർക്കിംഗ് ഇല്ലേ? അത്യാവശ്യം നീറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ഇൻറ്റീരിയർ തന്നെയാണ്. ഡോർ വൈസർ വരെയും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്റൊരു വണ്ടിയാണ്. ടയറും എല്ലാം അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വിഫ്റ്റ് ഡിസയർ VDI നോക്കുന്നവർക്ക് വേണ്ട, അതാ 15 മോഡലാണ്. ഇപ്പം നമ്മൾ അടുത്ത ഇത് വണ്ടിയാണ് കാണിക്കുന്നത്. ഇത് പെട്രോളാണ്, 2014 പെട്രോളാണ്. ഇത് 2014 പെട്രോൾ വണ്ടിയാണ്. സ്വിഫ്റ്റ് ഡിസയർ തന്നെയാണ്. VXA ആണ് മോഡല്. ജസ്റ്റ് ഒരു ഇത് കാണിച്ചാൽ ഈ വണ്ടിയൊക്കെ ക്ലീൻ കണ്ടീഷനിൽ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ എടുത്ത് കാണിക്കാനോ പറയാനോ വേണ്ടിയിട്ടില്ല. ഫ്രണ്ടിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് എത്രാമത്തെ ഓണർഷിപ്പാണോ? സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഇതും സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ കിടക്കുന്നൊരു വണ്ടി തന്നെയാണ്. 80,000 കിലോമീറ്റർ. ഓക്കെ, അപ്പം 425 ആണ് വണ്ടിയുടെ വില വഹിക്കുന്നത്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ തന്നെയാണ് വണ്ടി. വണ്ടിയുടെ മോഡൽ വരുമ്പോഴത്തേക്ക് 2014 മോഡൽ സ്വിഫ്റ്റ് VXA ആണ് വരുന്നത്. ഗ്രേ കളറിലാണ് വരുന്നത്. അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്നൊരു കളറും കൂടാണ് ഈ ഒരു ഗ്രേ എന്ന് പറയുന്നത്. വണ്ടി പുറമേ നോക്കിയാലും അങ്ങനെ പ്രത്യേകിച്ച് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലീൻ കണ്ടീഷൻ, മറ്റേ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻറ്റീരിയറും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. വേണ്ട, ഇതിനകത്ത് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സെൻട്രൽ ലോക്കിംഗ് ഉണ്ട് അല്ലേ? സെൻട്രൽ ലോക്കിംഗ് ഉണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ലൈക്ക് നമ്മുടെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു വുഡിൻ്റെ ചെറിയൊരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ലൊരു സ്റ്റാൻഡേർഡ് വണ്ടിയാണ് കേട്ടോ. ഈ ഒരു പ്രൈസിന് റിവേഴ്സ് ക്യാമറയുടെ തൊണ്ടമ്മയുള്ളൊരു യൂണിറ്റ് വന്നിട്ടുണ്ട്. ബാക്ക് നമ്മൾ കാണിച്ചു തരാം. ഈ വണ്ടി നല്ല ക്ലീൻ കണ്ടീഷനിലും കിടക്കുവാണ്. അപ്പോൾ പിന്നെ സിംഗിൾ ഓണർ അതിൻ്റെ പേരിൽ അറിയാമല്ലോ, നമുക്ക് ഒരുപാട് ഇട്ട് അലച്ചിട്ട് ആയിരിക്കത്തില്ല ഈ വണ്ടി. ക്ലീൻ കണ്ടീഷനിൽ നിന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അടുത്ത വണ്ടി വീണ്ടും നമുക്ക് ഡിസൈറിലോട്ട് കണ്ടാൽ അപ്പം മൊത്തത്തിൽ 3 ഡിസൈർ ഇവിടെ ഉണ്ട്. ഓക്കെ, പുതിയ ഡിസൈർ ഉണ്ട് അല്ലേ? പുതിയ ഡിസൈർ ഉണ്ട്. ഓക്കെ, 2012 മോഡലാണ്. ഇപ്പം 2012 മോഡൽ ഇതാണ് സ്വിഫ്റ്റ് ഡിസയർ ആണ് കിടക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കളർ ഓപ്ഷൻ കണക്ക് ചൂസ് ചെയ്യാം. വൈറ്റ്, ഗ്രീൻ, അതുപോലെ തന്നെ ഇത് ഗ്രീൻ അല്ലല്ലോ, ഇത് ഒരു ബ്ലൂ. പക്ഷേ ആ ഒരു കളറൊക്കെയാണ്. കറക്റ്റ് എൻ്റെ കളറിൻ്റെ പേര് എനിക്കറിയത്തില്ല. പിന്നെ ഗ്രേ കളർ. എന്നാണ്ട് ഈ വണ്ടി നമുക്ക് കാണിച്ചു തരാം. ഇത് ഏത് ഇയറാണ്? ഓക്കെ, 2012. ഓക്കെ, 2012 മോഡൽ വണ്ടി. 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വൈറ്റ് കളറാണ്, ഡീസലാണ്, VDI ആണ് വരുന്നത്. അതുകൊണ്ട് ഇതും അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ക്ലീൻ കണ്ടീഷനിൽ കിടക്കുവാണ്. സിംഗിൾ ഓണർ വണ്ടിയാണോ? ഓണർഷിപ്പ് ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരും. ഇവിടെ ഇത്രയും വണ്ടി കിടക്കുന്നതിൻ്റെ പേരിലാണ്
അവരും ഇതെല്ലാം മറന്നു മനസ്സിലാവും. അതിൻ്റെ ഒരു ചെക്ക് നമുക്ക് കറക്റ്റ് ഒരു ഡീറ്റെയിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്, സ്റ്റിയറിംഗ് കവർ വരുന്നുണ്ട്, ഫ്ലോർ മാറ്റ് വരുന്നുണ്ട്, പവർ വിൻഡോസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്. ഇതൊക്കെ എടുക്കുന്നവർക്ക് ഇനി അത്യാവശ്യം പണികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. ഇത് സിംഗിൾ ഓണറാണ് കേസ്, ഇത് സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്, ലോക്കാണ് കേട്ടോ. അപ്പം സ്വിഫ്റ്റ് ഡിസയർ കണ്ടപ്പോൾ നമുക്ക് മൊത്തത്തിൽ 3 വണ്ടി അത്യാവശ്യം ക്ലീൻ ആണ്. പിന്നെ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറങ്ങുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി ഇതാ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഡിസയർ തന്നെ നോക്കാം. 2018. ഓക്കെ, ഇപ്പോൾ 2018 ഡിസയർ ആണ് ഈ കിടക്കുന്നത്. എനിക്കൊന്ന് കേസ് നമ്മൾ ഈ വണ്ടിക്കകത്ത് യൂസ്ഡ് സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറഞ്ഞിടുന്നതാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി വിട്ടു. അപ്പോൾ ഈ കിടക്കുന്ന വണ്ടി നമ്മുടെ ന്യൂ ഷേപ്പ് ഡിസയർ ആണ് ഈ കിടക്കുന്നത്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഡീസൽ വണ്ടിയാണ് അല്ലേ? അപ്പം മൊത്തത്തിൽ നമുക്ക് 3 ഡീസൽ വണ്ടി, 1 പെട്രോൾ വണ്ടി. വണ്ടിയുടെ കണ്ടീഷൻ ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം, അപ്പോഴത്തേക്ക് നമുക്ക് ഡീറ്റെയിൽസും എല്ലാം കിട്ടിക്കണം. വണ്ടി ഓവറോൾ കണ്ടീഷൻ ഇങ്ങനെയാണ്. ഇതിനും അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല, ക്ലീൻ കണ്ടീഷനിൽ കിടക്കുവാണ്. ഡോർ വൈസർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫീഡിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോറി, 2017 വണ്ടിയാണിത്, 17 വീഡിയോയാണ്. ഓക്കെ, അല്ല 2017 സ്വിഫ്റ്റ് വീഡിയോ ആണ് ഈ കിടക്കുന്ന. സിംഗിൾ ഓണറാണ്, സെക്കൻഡ് ഓണറാണ്. ഓക്കെ, അപ്പോൾ ഇത് 86,000 കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർ സ്വിഫ്റ്റ് വീഡിയോ ആണ് കിടക്കുന്നത്. 2017 അല്ലേ? 17. ഓക്കെ, അപ്പോൾ വാറണ്ടി നോക്കുന്നവർക്ക് ഈ ഒരു വണ്ടി നോക്കാം. വണ്ടിക്കകത്ത് ഇനി ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ വിൻഡോസ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കവർ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറും ക്ലീൻ ആണ്. ക്ലീൻ എന്ന് മാത്രമല്ല സ്റ്റാൻഡേർഡ് ഇൻറ്റീരിയറാണ് ഈ വണ്ടിക്കകത്ത് വന്നേക്കുന്നത്. ഗ്ലാസ് മറ്റേ UV കട്ട് ഗ്ലാസ് ആണ്, അതാ ഫിലിമാണോ അല്ലേ? ഇത് ഫിലിമാണോ ഒട്ടിച്ചേക്കുന്നത്? ജസ്റ്റ് ബാക്ക് ഡോർ ബാക്ക് കാണിച്ചു തരാം. കണ്ട, ബാക്കിലും AC വരുന്നൊരു മോഡലാണിത്. ആണ്, അപ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് രീതിയിൽ കിടക്കുന്ന ഒരു വണ്ടിയാണ്. ഇത് എത്രയാണ് റേറ്റ് ചോദിക്കുന്നത്? 625 ആണ് ചോദിക്കുന്നത്. 625 മാത്രമല്ല, ഈ വണ്ടിക്കകത്ത് നിങ്ങൾക്ക് വാറണ്ടി കിട്ടും. കാരണം 2017 മേലോട്ടുള്ള എല്ലാ വണ്ടിക്കും വാറണ്ടി ഉണ്ട്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാരുതിയുടെ അപ്പോൾ മാരുതിയുടെ വണ്ടിയൊക്കെ 2017 മേലോട്ടുള്ള വണ്ടിയൊക്കെയാണ് നമുക്ക് വാറണ്ടി കിട്ടുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴത്തെ ആ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനിയുണ്ട് 2 ഡിസയറും കൂടെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2012 മോഡലാണ്, 12 ആണ്. ഇത് ഡീസലാണല്ലേ? ഓക്കെ, അപ്പോൾ 2012 മോഡൽ ZD ആണ് ഈ കിടക്കുന്നത്. ഇപ്പം എല്ലാം വലിയ ഓട്ടോ ഒന്നും ഇല്ലല്ലേ? 87,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. ഈ വണ്ടി അങ്ങനെ താണ്ട 87,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. വലിയ അങ്ങനെ തട്ടലും മുട്ടലും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് ഇറക്കുന്ന സമയത്ത് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നേ ഉള്ളൂ. പിന്നെ ഒരു യൂസ്ഡ് കാറാണ് നിങ്ങൾ എടുക്കുന്നത്, അതെപ്പോഴും മനസ്സിൽ വെച്ചോണ്ട് വേണം അന്ന് ഈ ഓരോ വണ്ടികളും നോക്കാൻ. വന്നിട്ട് ഓരോ സ്ക്രാച്ചിൻ്റെ പേരിൽ ഒരു വണ്ടീനെ അല്ലെങ്കിൽ ഒരു വീഡിയോനെ വിലയിരുത്താൻ പാടില്ല. യൂസ്ഡ് കാർ എപ്പോഴും യൂസ്ഡ് കാർ എടുക്കുന്ന രീതിക്ക് വേണം എടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ വില എത്രയാണ്? 390 ആണ് ഈ വണ്ടിക്ക് ആസ്കിങ്. സെക്കൻഡ് ഓണർ അല്ലേ? സെക്കൻഡ് ഓണറാണ്. 87,000 കിലോമീറ്റർ ഓടിയ സ്വിഫ്റ്റിൻ്റെ ZDA ആണ് ഈ കിടക്കുന്നത്. 2011 അല്ലേ? 2012. താണ്ട വണ്ടിയുടെ ബാക്കി ഒരു വോക്കറൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തും അങ്ങനെ എടുത്ത് പറയാൻ അങ്ങനെ തട്ടലോ മുട്ടലോ ഒന്നുമില്ല, ക്ലീൻ കണ്ടീഷനിലാണ്. ഡോർ വൈസറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് സീറ്റ് കവർ വന്നിട്ടുണ്ട്, 4 ഡോർ പവർ വിൻഡോ ആണ്, സെൻട്രൽ ലോക്കിംഗ് വന്നിട്ടുണ്ട്, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം താണ്ട എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതും ഒരു സ്റ്റാൻഡേർഡ് ഇൻറ്റീരിയർ തന്നെയാണ്. ജസ്റ്റ് ഇൻറ്റീരിയർ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് വണ്ടി ഇറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് തരുന്നതാണ്. ഞാൻ ബാക്ക് കാണിച്ചു തരാം. കണ്ട, ബാഗൊക്കെ അത്യാവശ്യം കാണാൻ കൊള്ളാം. ഈ ഇൻറ്റീരിയറൊക്കെ ഇറക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്ത് തരുന്നതാണ്. ടയറും അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പറഞ്ഞ ഇതിനകത്ത് 5 വീലും അലോയ്സ് ആണ് കേട്ടോ. ബാക്ക് സ്റ്റെപ്പിന് സ്പെയർ വീൽ ഉൾപ്പെടെ നമുക്ക് അതിനകത്ത് അലോയ്സ് ആണ് വന്നേക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിക്കുന്നത്? 390 ആണ് ഇതിന് ആസ്കിങ് പ്രൈസ്. പിന്നെ ഡീസൽ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം മൈലേജും കിട്ടുമല്ലേ? ഒരു 10, 18, 19, 20-21 മൈലേജ് അത്യാവശ്യം ഈ ഡിസൈറിനെല്ലാം കിട്ടത്തില്ലേ? കിട്ടും. നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറം തന്നെ അടുത്തൊരു ഡിസൈർ കൂടെ കിടപ്പുണ്ട്. ഓക്കെ, എന്നാൽ ആ ഫസ്റ്റ് ജനറേഷൻ ആദ്യം വന്ന 2010 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണറാണ്. അതും സിംഗിൾ ഓണറാണ്. ഈ സിംഗിൾ ഓണറിൻ്റെ വണ്ടിയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരാൾ ഉപയോഗിച്ചേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അധികം മറ്റേ തട്ടിത്തൂത്ത് പരിപാടികൾ കാണിക്കാൻ കുറവായിരിക്കും ഈ വണ്ടികളിലൊക്കെ. എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നോ? ഇത് 2010 കിലോമീറ്റർ ഓടി, പെട്രോളാണ്. വില വരുമ്പോഴത്തേക്കും 265 റേഞ്ച്. ഇപ്പോൾ 265 വരുന്നത്. 89,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. 2010 മോഡലാണ്. സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഡീസലല്ലേ? പെട്രോൾ. ഇത് VXA ആണ്. വേണ്ട വണ്ടിയുടെ ഈ വണ്ടിക്കകത്തും അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഈ മഡ് ഫ്ലാപ്പ് വെച്ച് കൊടുക്കത്തില്ലേ? അതൊക്കെ ചെയ്ത് കൊടുക്കും. വണ്ടി ഇനി ഒന്ന് പോളിഷ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇവിടെ ബാക്കിൽ ചെറിയൊരു സ്ക്രാച്ചേ ഉള്ളൂ, അതൊക്കെ കറക്റ്റ് ചെയ്ത് തരും. വേണ്ട വണ്ടി അത്യാവശ്യം ക്ലീൻ കണ്ടീഷനിൽ കിടക്കുവാണ്. ഞാൻ ബാക്കും ഫ്രണ്ട് കൊണ്ട് കാണിച്ചു തരാം. ഞാൻ സീറ്റ് കവർ ചെയ്തിട്ടില്ല അല്ലേ? സീറ്റ് കവർ ഉണ്ടല്ലോ, കമ്പനി വരുന്നതാണല്ലേ? ഓക്കെ. ഇപ്പോൾ സീറ്റ് കവർ അല്ല, ഇത് കമ്പനി വരുന്നതാണ്. പക്ഷേ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. പവർ വിൻഡോ ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, നോർമൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിനകത്തും ഉണ്ട്. ഓക്കെ. ഇതാണ്ട 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. സെൻട്രൽ ലോക്കിംഗ് വന്നിട്ടുണ്ട്. ഇത് സെൻട്രൽ ലോക്കിംഗ് വന്നതാണ്, ചെയ്തിട്ടുള്ളതാണ്. കമ്പനി വരുന്നതാണ്. ഓക്കെ. ഇതാണ്ട അത്യാവശ്യം 265 കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, സൈഡ് വർക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇപ്പം നമ്മൾ ഇത്രയും സ്റ്റോക്ക് കിടക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടെ വൃത്തിയാക്കി ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ. വൃത്തിയാക്കി ഇടത്തില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഇപ്പോഴത്തെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ പേരിലും ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ എന്ന് ഉപയോഗിക്കുന്ന വണ്ടികൾ തന്നെ കഴുകിയിട്ട് കഴിഞ്ഞാൽ അത്രയും പൊടിയാവും. സംശയം എന്തെങ്കിലും ഉണ്ട് നമുക്ക് ഇന്നിപ്പോൾ ഒരു ഡെലിവറി വണ്ടിയുണ്ട്. ഈ കിടക്കുന്ന സ്വിഫ്റ്റ് ആണോ? ഓക്കെ. എന്താണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്വിഫ്റ്റ് കണ്ടെന്ന് അതും ഡിസയർ ആണ്. ഈ സ്വിഫ്റ്റ് ഡിസയർ എന്താണ് ഡെലിവറിയാണ്. അപ്പോൾ അത് കണ്ട ക്ലീൻ ആയിട്ട് ഇട്ടേക്കുവാണ്. 2012 വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണോ ചോദിക്കുന്നത്? 345 ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത്. 2012 മോഡൽ സ്വിഫ്റ്റ് VDA ആണ് വന്നേക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1.12 ഈ വണ്ടി ഓടിയേക്കുന്നത്. 3,45,000 രൂപയാണ് ഈ വണ്ടിക്കകത്ത് ചോദിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആകെ നല്ല ഈ ഹെഡ് ലാമ്പ് മാത്രമാണ് ഈ ഒരു വണ്ടിയിൽ എടുത്ത് നിൽക്കുന്നത്. അത് നമുക്ക് ക്ലീൻ ചെയ്ത് വണ്ടി പോളിഷ് ചെയ്ത് ഇന്ത്യയിലൊക്കെ ക്ലീനാക്കി ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അത്യാവശ്യം ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ അടുത്തതും വീണ്ടും സ്വിഫ്റ്റ് ആണല്ലേ? 2017 മോഡലാണ്. നമ്മുടെ ഈ ഇപ്പോഴത്തെ ജനറേഷന് തൊട്ട് മുമ്പുള്ള സ്വിഫ്റ്റ് അല്ലേ? ഇത് 3rd ജനറേഷൻ. ഇപ്പോൾ 4th ജനറേഷൻ ഓൾറെഡി ഇറങ്ങുമല്ലേ? 2017 പെട്രോളാണ്. സോറി, ഡീസലാണ്. 52,000 കിലോമീറ്റർ ഓടിയത്. സെക്കൻഡ് ഓണർ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മോഡൽ ഉള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിൽ ഇതാണ് 2017 സെക്കൻഡ് ഓണർ വണ്ടി കിടപ്പുണ്ടായിരുന്നു. എത്ര എണ്ണം ഓടിക്കുന്നത്? 52,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. എത്ര ആസ്കിങ്? ഓക്കെ. അപ്പോൾ ഈ വണ്ടി ഇന്ന് വന്നേ ഉള്ളല്ലേ? ഓക്കെ. 560 ഈ വണ്ടിക്ക് പ്രൈസ് ഇട്ടേക്കുന്നത്. ഈ പ്രൈസൊക്കെ നിങ്ങൾക്ക് വിളിച്ചിട്ട് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം, 2017 അതിൻ്റെ പേരിൽ ഈ വണ്ടിക്ക് നിങ്ങൾക്ക് വാറണ്ടി അവൈലബിൾ ആണ് അല്ലേ? അപ്പം വാറണ്ടി നോക്കുന്നത് കുറച്ചും കൂടെ നിങ്ങൾക്ക് വിശ്വാസത്തോടെ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 2017 തൊട്ടുള്ള മോഡൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല. നിലവിൽ മെക്കാനിക്കൽ സൈഡ് വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത്, പെയിന്റിങ് സൈഡ് എല്ലാം ക്ലിയർ ചെയ്തായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ തരുന്ന സമയത്തുള്ള പീരിയോഡിക് സർവീസ്, 52,000 കിലോമീറ്ററിൻ്റെ പീരിയോഡിക് സർവീസും കൂടെ ചെയ്തായിരിക്കും കൊടുക്കുന്നത്. 3 ഫ്രീ സർവീസും തരും. വണ്ടിയുടെ കണ്ടീഷൻ പിന്നെ പുതിയ മോഡലായതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെ വലിയ എന്തായാലും ഇത്രയും വണ്ടി കാണിക്കുമ്പോഴത്തേക്ക് എന്തായാലും ഈ വണ്ടി മോശമാവത്തില്ലല്ലോ. ഈ വണ്ടിയും അത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ തന്നെ കിടക്കുവാണ്. ടയറും ഒക്കെ അത്യാവശ്യമുണ്ട്. ഡോർ വൈസറൊക്കെ വന്നിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്ക് പവർ വിൻഡോ, സെൻട്രൽ ലോക്കിങ്, മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവർ, ഫ്ലോർ മാറ്റ് ഇതെല്ലാം വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ബാക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. സീറ്റ് കവറൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഇൻറ്റീരിയറൊക്കെ ക്ലീൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ സ്വിഫ്റ്റ് ഒക്കെ ഇത്രയല്ലേ ഉള്ളൂ? 2015 മോഡൽ സ്വിഫ്റ്റ് ഓക്കെ. അതും അത്യാവശ്യം ക്ലീൻ കണ്ടീഷനിൽ കിടക്കുവാണ്. എനിക്ക് 2017 കാട്ടിയിട്ടും ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. 2015 ഇത് വർക്ക് ചെയ്ത് കൊണ്ടിട്ടിരിക്കുന്ന വണ്ടിയാണ്. വർക്ക് ചെയ്തിട്ടേക്കുന്നുണ്ട്. 2015 ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 85,000 കിലോമീറ്റർ ഓടി. 490 പ്രൈസ്. 2015 സെക്കൻഡ് ഓണറിൽ വരുന്ന വണ്ടി അല്ലേ? ഡീസൽ വണ്ടിയല്ലേ? VDA ആണ്. എത്ര ചോദിക്കുന്നത്? 490. എത്ര ഓടിയിട്ടുണ്ട്? 85 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. മിററൊക്കെ ബ്ലാക്ക് ആണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം
അത് എടുത്ത് നിൽക്കുന്നുണ്ട്. ഈ വണ്ടി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു മറ്റേതിനെ കാട്ടിയിട്ട്. മറ്റേത് ഇന്ന് കൊണ്ടുവന്നേ ഉള്ളൂ. ഇത് വർക്ക് ചെയ്തിട്ടേക്കുവാണ്. അതാണ്ട് ഒരു വർക്ക് ചെയ്തിട്ടേക്കുന്ന വണ്ടിയുടെ ഏകദേശം ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി ഈ വണ്ടി ഇവർ ഇട്ടിട്ട് സെയിലാവുന്ന സമയത്ത് ഒന്നും കൂടെ പോളിഷും കാര്യങ്ങളൊക്കെ വരും അല്ലേ. വേണ്ട, ഇൻറ്റീരിയറൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. സീറ്റ് കവർ വന്നിട്ടുണ്ട്, സെൻട്രൽ ലോക്കിംഗ് വന്നിട്ടുണ്ട്, പവർ വിൻഡോസ് വന്നിട്ടുണ്ട്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അത്യാവശ്യം ഫ്രീ ആയിട്ടൊരു പെർഫ്യൂം ഉണ്ട്. എൻ്റെ ബാക്ക് ഒന്ന് കാണിച്ചു തരാം. ടയറും ഒക്കെ അത്യാവശ്യം ടയറും ഒക്കെ ഉണ്ട്. ബാക്കിൽ റിവേഴ്സ് സെൻസേഴ്സും ക്യാമറാസും എല്ലാം വന്നിട്ടുണ്ട്. ഡോർ വൈസർ വന്നിട്ടുണ്ട്. മിറേഴ്സ് താണ്ട ഗ്ലോസ് ബ്ലാക്കിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി അത്യാവശ്യം താണ്ട ഒരു നൈസൊരു വണ്ടിയാണ്. ഗൈസ് നമ്മൾ താണ്ട ഈ ഒരു വീഡിയോക്കകത്ത് സ്വിഫ്റ്റ് ഡിസയേഴ്സ് എല്ലാം സ്വിഫ്റ്റ് ഡിസയേഴ്സ് അല്ല, സ്വിഫ്റ്റ് ഡിസയറും സ്വിഫ്റ്റുമാണ് കാണിച്ചേക്കുന്നത്. ഇനി അടുത്ത് വരാൻ പോകുന്ന വീഡിയോയിൽ താണ്ട നമുക്ക് ഹ്യുണ്ടയുടെ അയോൺ കിടപ്പുണ്ട്, ബ്രസ്സ കിടപ്പുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ബെലേനോ, സെലേറിയോ അങ്ങനെ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട്. അതൊക്കെ വെച്ചിട്ട് അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ലൊക്കേഷൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. കൊല്ലം മാടനടയാണ് ഒരു ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഏത് വണ്ടികൾ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യണമെങ്കിലും താഴെ നമ്പറും കല്ലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അഡ്മിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ.